കഥ ഭർത്താവ് ഭാഗം 9. ചടങ്ങുകൾ കഴിഞ്ഞതോടെ ശകുന്തളയപ്പച്ചി മടങ്ങിപ്പോകാൻ തുടങ്ങുന്നത് കണ്ട് സരോജിനിയമ്മ അവരുടെ അടുത്തേക്ക് ചെന്നു. ഇപ്പോൾ തന്നെ നാത്തൂനും കൂടെ അങ്ങ് പോയാൽ എങ്ങനെയാ നാത്തൂനെ? ഇവിടെ നിന്ന് സർവ്വതിൻ്റെയും ചുമതല ഏറ്റെടുത്ത് നടത്തി തരാനുള്ളവനാ ഗോപിനാഥൻ. അവനാണെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവൻ്റെ ഭാര്യ ആർക്കോ വേണ്ടിയിട്ടെന്നാണോ എവിടേക്ക് വന്ന് ഒന്ന് ചടങ്ങ് തീർത്തിട്ട് ചെറുക്കൻ വീട്ടുകാർ പോകും മുമ്പേ മടങ്ങിപ്പോവുകയും ചെയ്തു. ഇനിയുള്ള കാര്യങ്ങൾക്ക് ഞാനും ഈ ഇത്തിരി ഇല്ലാത്ത കുഞ്ഞുങ്ങളും കൂടി എന്തു ചെയ്യാനാ നാത്തൂനെ? സരോജിനിയമ്മ പരിദേവനങ്ങളുടെ കെട്ടയിച്ചു. ഇന്നിനി ഞാനിവിടെ നിന്നിട്ട് എന്താടി കാര്യം? ഇവർ ഇങ്ങോട്ട് വന്നോണം. നമ്മൾ ഇനി 3-4 ആണുങ്ങൾ അങ്ങോട്ട് ചെല്ലണം. ഗോപിയെയും അവൻ്റെ ഭാര്യയെയും അതിന് കിട്ടുമെന്ന് നീ കിനാ കാണണ്ട. ആര് വന്നില്ലെങ്കിലും ഞാൻ എൻ്റെ മക്കളെയും കൊണ്ടുവരാൻ മടി. അവരും മുമ്പിട്ട് നിന്ന് ഈ കല്യാണം നടത്തിത്തരും. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്. ശകുന്തളയപ്പച്ചി ഒന്ന് നിർത്തിയിട്ട് ചുറ്റിനും നോക്കി. എന്താ നാത്തൂനെ? ആശങ്കയോടെ സരോജിനിയമ്മ ചോദിച്ചു. കല്യാണം നടക്കുമ്പോൾ പെണ്ണ് ഈ വീട്ടിൽ കാണണം. അല്ലാതെ കല്യാണം നടത്താൻ എൻ്റെ കൊച്ചുങ്ങൾ വരുമ്പോൾ പെണ്ണ് വല്ലവൻ്റെ കൂടെ ചാടിപ്പോയെന്ന വാർത്തയെ കേൾക്കുന്നെങ്കിൽ അവന്മാർ ഈ വീടെടുത്ത് തിരിച്ചു വയ്ക്കും. അതുകൊണ്ട് ആദ്യം നീ ഒരു കാര്യം ചെയ്യ്. നീ തന്നെയല്ലേ പറഞ്ഞത് ശ്രീലേഖ അവളുടെ അനിയത്തി പെണ്ണിനോട് പറയുന്നത് നീ ഒളിച്ചു നിന്ന് കേട്ടു? അവൾ ആ സുകുമാരൻ്റെ കൂടെ ഇറങ്ങിപ്പോകാനിരിക്കുകയാണെന്ന്. നീ അതിന് ആദ്യം ഒരു പരിഹാരം കാണും സരോജിനി. എന്നിട്ട് നമുക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങൾ നീക്കാം. എന്താ? ശകുന്തളപ്പച്ചി പറയുന്നതിലും കാര്യമുണ്ടെന്ന് അവർക്ക് തോന്നി. ശ്രീലേഖ എന്തോ മനസ്സിലുറപ്പിച്ചിട്ടുള്ള നിൽപ്പാണെന്ന് അവളുടെ മുഖം കണ്ടാൽ അറിയാം. എന്തോ അല്ല, എല്ലാവരെയും കബളിപ്പിച്ചും കൊണ്ട് അവൾ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോവുക തന്നെ ചെയ്യും. അത് തടയണം. എന്ത് ചെയ്തിട്ടാണെങ്കിലും അത് തടഞ്ഞേ തീരൂ. പക്ഷേ എങ്ങനെ? ശ്രീലേഖ അറിയാതെ എങ്ങനെ അത് നടപ്പാക്കും? സരോജിനി അമ്മയുടെ തലക്കുള്ളിൽ ആ ഒരു ചിന്ത മാത്രം ഒരു ചുഴലി പോലെ ചീറിയടിച്ചും കൊണ്ടിരുന്നു. ഉച്ച കഴിഞ്ഞതോടെ അമ്മ പറമ്പിൽ നിന്ന് പൂവാലി അഴിച്ചും കൊണ്ടുവന്ന് അടുക്കള ഭാഗത്ത് നിൽക്കുന്ന തെങ്ങിൻ ചുവട്ടിൽ കെട്ടിയിടുന്നത് കണ്ടപ്പോൾ ശ്രീലേഖയ്ക്ക് അത്ഭുതം തോന്നി. അവളെ ഇപ്പോഴേ എന്തിനാ അമ്മച്ചി അഴിച്ചും കൊണ്ടുവന്നത്? മഴയൊന്നുമില്ലല്ലോ ഇപ്പോൾ. വൈകുന്നേരം വരെ അവൾ അവിടെ നിന്ന് തിന്നില്ലായിരുന്നോ? സുനിത വന്നിട്ട് അഴിച്ചും കൊണ്ടു പോന്നോളമായിരുന്നല്ലോ. അമ്മയുടെ കയ്യിൽ നിന്നും കയറുമായി അവൾ ഓടിയിരുന്നെങ്കിൽ അമ്മ എന്തു ചെയ്യുമായിരുന്നു? ശ്രീലേഖ ചെന്ന് പൂവാലിയുടെ നെറ്റിയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു. ഇവിടെ നിൽക്കട്ടെ, അവൾക്ക് നന്നായി വയറ് നിറഞ്ഞിട്ടുണ്ട്. ഞാൻ ആറ്റുവാശ്ശേരി വരെ പോകുക. അവിടെ ചെന്ന് എൻ്റെ ആങ്ങളയോട് എൻ്റെ കല്യാണക്കാര്യം ഒന്ന് സംസാരിക്കണ്ടേ? അവനും കൂടി വരണമല്ലോ നമ്മൾ ശ്യാമിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ. ഇപ്പോഴേ ചെന്ന് കാര്യം പറഞ്ഞില്ലെങ്കിൽ അത് മതി അവൻ്റെ പെണ്ണുമ്പുള്ളയ്ക്ക് മുഖം വീർപ്പിക്കാൻ. അമ്മയ്ക്ക് അക്കാര്യം ഫോണിൽ വിളിച്ച് പറയരുതോ? അതിനുവേണ്ടി വെയിലും കൊണ്ട് അമ്മ ഇപ്പോൾ ആറ്റുവാശ്ശേരി വരെ പോകേണ്ട കാര്യമുണ്ടോ? സാരമില്ലടി, ഞാൻ കവലയിൽ നിന്നും ഒരു ഓട്ടോ വിളിച്ചു പോയിക്കോളാം. അതിൽ തന്നെ എനിക്കിങ്ങ് തിരിച്ചു പോരാമല്ലോ. ശ്രീലേഖ പിന്നെ എതിർക്കാൻ നിന്നില്ല. ഈ ഒരു ദിവസം അമ്മയ്ക്ക് യാതൊരു സംശയത്തിനും ഇട നൽകരുതെന്ന് അവൾ മുമ്പേ മനസ്സിൽ തീരുമാനിച്ചിരുന്നു. എന്നാൽ സരോജിനി അമ്മയെ അമ്പരിപ്പിച്ചത് ശ്രീലേഖയുടെ മാറ്റമാണ്. സുകുമാരൻ എന്ന നെറികെട്ടവൻ്റെ പേര് 24 മണിക്കൂർ നാമം ജപിച്ചും കൊണ്ടിരിക്കുന്ന പെണ്ണിനിപ്പോൾ താൻ ശ്യാമിൻ്റെ കാര്യം പറയുമ്പോൾ അധികം എതിർപ്പില്ല. അതൊരു നല്ല സൂചനയായി തന്നെ തോന്നി അവർക്ക്. ശ്യാമിനെ കണ്ടതോടെ അവനൊരു ഗൾഫുകാരനാണെന്ന് കേട്ടതോടെ അവൻ്റെ കൂടെ ഗൾഫിലേക്ക് പോകാമെന്നും കേട്ടതോടെ പെണ്ണിൻ്റെ മനസ്സ് മാറിക്കാണും. മാറട്ടെ, ബുദ്ധിയുള്ളവളാണെങ്കിൽ അവൾ സുകുമാരനെ പിൻകാൽ കൊണ്ട് തൊഴിച്ചെറിയും. പക്ഷേ അവൻ ആ തെണ്ടിയെ വിശ്വസിക്കാൻ പറ്റില്ല. വീണ്ടും ലേഖയുടെ മനസ്സ് ഇളക്കാൻ അവന് ചിലപ്പോൾ കഴിഞ്ഞെന്നിരിക്കും. അതുണ്ടാകരുത്. ഇനി അവൻ ലേഖയുടെ മുമ്പിലേക്ക് വരരുത്. കുറച്ചു സമയത്തിനുള്ളിൽ സരോജിനിയമ്മ വീട്ടിൽ നിന്നും ആറ്റുവാശ്ശേരിയിലേക്ക് പോകാനെന്ന മട്ടിൽ ഇറങ്ങി. രാവിലെ ടൗണിലുള്ള 4-5 വീടുകളിൽ പോയി 10-15 തെങ്ങ് കയറി തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം തിരികെ സിറ്റൗട്ടിൽ വന്നിരുന്ന് മെഷീൻ വാളിൻ്റെ ചെയിൻ ടൈറ്റ് ചെയ്ത് അതിൽ ഇന്ധനം നിറച്ചും കൊണ്ടിരിക്കുകയായിരുന്നു ദിവാകരൻ. ഇനി അയാൾക്ക് 3 മണിയാകുമ്പോഴേക്കും കുറച്ചപ്പുറത്തുള്ള ഒരു വീട്ടിൽ ഒരു തേക്ക് മുറം മുറിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇന്നലെ ഏറ്റ പണിയാണത്. അതിനുള്ള തൻ്റെ സഹായിയായ ജോസഫ് വരുന്നതും കാത്തിരിക്കുകയാണ് അയാൾ. കോമളം അടുക്കളയിൽ നെയ്മത്തി വറുക്കുന്നതിൻ്റെ മണം അയാളുടെ മൂക്ക് തുളച്ചെത്തുന്നുണ്ടായിരുന്നു. ചോറ് തിന്നിട്ട് വേണം അയാൾക്ക് ജോസഫിനെയും കൂട്ടി അടുത്ത പണിക്ക് പോകാൻ. ഒരു വശം മൊരിഞ്ഞ മീൻ ചട്ടുകം ഉപയോഗിച്ച് തിരിച്ചിട്ടും കൊണ്ട് നിൽക്കുകയാണ് കോമളം ഭർത്താവിൻ്റെ. എടിയേ, ഇങ്ങോട്ടൊന്ന് വന്നേടിയേ എന്ന വിളി കേൾക്കുന്നത്. ഇപ്പോൾ കഴിയും, ചോറ് വിളമ്പുക ഞാൻ. ജോസഫ് വന്നെങ്കിൽ അവനും കൂടെ ചോറെടുക്കണോ എന്ന് ചോദിക്കുക ദിവകാരട്ടാ. കോമളം ചോറ് കലത്തിലെ അരികിലേക്ക് സ്റ്റീൽ പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചും കൊണ്ട് പറഞ്ഞു. ചോറൊക്കെ പിന്നെ വിളമ്പാമെന്ന്. നീ ഇങ്ങോട്ട് വാ. നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്ന അതിഥി ആരാണെന്നൊന്ന് നോക്കിയടി. ചോറ് വിളമ്പാനെടുത്ത ചിരട്ടത്തവിയും കയ്യിൽ പിടിച്ചും കൊണ്ട് തന്നെ കോമളം പുറത്തേക്ക് വന്നു. മുറ്റത്ത് സരോജിനിയമ്മ നിൽക്കുന്നത് കണ്ട് അവർ അമ്പരന്ന് പോയി. സരോജിനിയമ്മ ആ വീട് അത്ഭുതത്തോടെ നോക്കി കാണുകയായിരുന്നു.
എന്നോ ഒരിക്കൽ താൻ ഇവിടേക്ക് വരുമ്പോൾ ഇതൊരു മൂലക്കഴുക്കോൽ വരെ ഒടിഞ്ഞ് ഓടിട്ട വീട് മാത്രമായിരുന്നു. ഇന്നതിന് വന്ന മാറ്റം അവരെ അമ്പരപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി. വീടിൻ്റെ മേൽക്കൂര തട്ടിക്കളഞ്ഞ ശേഷം കോൺക്രീറ്റ് ചെയ്യുക മാത്രമല്ല, ഒരു ഹാളും സിറ്റൗട്ടും കാർപോർച്ചും പുതുതായി പണിഞ്ഞ് ചേർത്തിട്ടുണ്ട്. മനോഹരമായ ടൈൽസ് പാകിയ തറ കണ്ണാടി പോലെ തിളങ്ങുന്നു. അന്ന് കാട് കയറിക്കിടന്ന മുറ്റം ഇന്ന് തറയോടുകൾ പാകി വിവിധതരം പൂച്ചെടികൾ പിടിപ്പിച്ച മനോഹരിത വരുത്തിയിരിക്കുന്നു. ദൈവമേ, ആരായി വന്നിരിക്കുന്നത്? കോമളം ഒരു ആശ്ചര്യ ശബ്ദം പുറപ്പെടുവിച്ചും കൊണ്ട് സരോജിനി അമ്മയുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു. കയറി വാ ചേച്ചി, എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? എത്രയോ നാൾ കൂടിയ ചേച്ചി ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരുന്നത്. കോമളം അവരെ അകത്തേക്ക് ക്ഷണിച്ചു. ദിവാകരൻ തോളിൽ കിടന്ന തോർത്തെടുത്ത് സിറ്റൗട്ടിലുണ്ടായിരുന്ന സ്റ്റീൽ ചെയറിലെ പൊടി തട്ടി. അതിൽ പൊടിയൊന്നുമില്ലെന്ന് അയാൾക്കറിയാവുന്നതാണ്. എന്നാലും അവരോടുള്ള ആ ആദരവിനൊരു കുറവും ഉണ്ടാകാൻ പാടില്ല. സരോജിനി അമ്മ കോമളത്തിന് മുമ്പേ സിറ്റൗട്ടിലേക്ക് കയറുമ്പോൾ തിരിഞ്ഞിന്ന് ചോദിച്ചു, അവനില്ലേ ഇവിടെ? സുകുമാരൻ? ഉണ്ട് ചേച്ചി. ഇപ്പോൾ 2 കപ്പ ചെണ്ട പുളിയൻ പുഴുങ്ങിയതും തിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. ആ അമ്പലപ്പറമ്പിൽ കാണും. അവിടെ മൈതാനത്ത് പിള്ളേർ പൈസ വെച്ച് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അത് കാണാൻ പോയേക്കുവാ. അവൻ്റെ കൂട്ടുകാരും അവിടെ ഉണ്ടേ. വെറുതെ എത്ര നേരമെന്ന് വെച്ചാൽ സുഖു ഇവിടെ തന്നെ കുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് കൊള്ളാം. 10-26 വയസ്സുള്ള ചെക്കൻ അമ്പലപ്പറമ്പിൽ പോയി പൊടിപ്പിള്ളേരുടെ കൂടെ പന്തുരുട്ടി കളിക്കുന്നു പോലും. നാണമില്ലടി അവന്? അവൻ കളിക്കാനൊന്നും പോയേക്കുമല്ല ചേച്ചി. അവിടെ ഇരുന്ന് കളി കാണും, അത്രയേ ഉള്ളൂ. എന്നാൽ പിന്നെ അവിടെ പോയിരുന്ന് നേരം കളഞ്ഞ് കളി കാണാതെ ദിവാകരൻ്റെ കൂടെ മരം മുറിക്കാനോ തെങ്ങ് കയറാനോ പറമ്പിലെ കാട് വെട്ടാനോ ഒക്കെ പോയിക്കൂടെ? നേരവും പോകും, വീട്ടുചെലവിനുള്ള കാശും കിട്ടുമല്ലോ. അങ്ങനെ വീട് നോക്കുന്ന ആൺപിള്ളേർ ചെയ്യുന്നത്. ചേച്ചി അപ്പറഞ്ഞ് നേരാ. പക്ഷേ ദിവാകരേട്ടൻ സമ്മതിക്കണ്ടേ? ചേച്ചിക്ക് അറിയാമല്ലോ സുഗുനെ. പണ്ട് മാടവനയിൽ ദിവാകരേട്ടൻ തെങ്ങിൽ കയറി തേങ്ങ ഇടാൻ വരുമ്പോൾ അവനിലായിരുന്നു കൂടെ നടന്നും തേങ്ങ പൊറുക്കി കൂട്ടുന്നതും ഓലയും മടലും കൊതുമ്പും ചൂട്ടുമെല്ലാം പെറുക്കി അടുക്കി വയ്ക്കുന്നതും. അതൊക്കെ ചെയ്യാൻ എൻ്റെ കുഞ്ഞിന് ഇപ്പോഴും ഒരു മടിയുമില്ല. അവൻ 100 തവണ പറഞ്ഞിട്ടുണ്ട് ദിവാകരേട്ടനോട് അവനും കൂടെ വരാമെന്ന്. അങ്ങേര് കേൾക്കണ്ടേ? മനുഷ്യരെ പറ്റിച്ച് കാശുണ്ടാക്കരുതെന്ന് ഒറ്റ ആഗ്രഹമുള്ളൂ എൻ്റെ കുഞ്ഞിന്. ചേച്ചി അറിഞ്ഞു കാണുമല്ലോ സുഗുവിന് പോലീസിൽ സെലക്ഷൻ കിട്ടിയത്. 2-3 ആഴ്ചക്കുള്ളിൽ അവൻ ട്രെയിനിങ്ങിനായി അടൂർ എയർ ക്യാമ്പിലേക്ക് പോകും. അത് കഴിഞ്ഞ് വന്ന് ജോലിക്ക് കയറും മുമ്പേ അങ്ങോട്ട് പെണ്ണ് ചോദിച്ചു വരുമെന്ന് അവൻ പറഞ്ഞിട്ടുള്ളത്. സന്തോഷത്തോടെ കോമളം പറഞ്ഞു. അവരുടെ വാക്കുകളിൽ നമ്മൾ ഇതെല്ലാം പറഞ്ഞുറപ്പിച്ചിട്ടുള്ളതല്ലേ എന്നൊരു സൂചനയും ഉണ്ടായിരുന്നു. അങ്ങോട്ട് പെണ്ണ് ചോദിച്ചു വരാനോ? എന്ത് കാര്യത്തിന്? സരോജിനി അമ്മയുടെ നെറ്റി ചുളിഞ്ഞു. ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ലേഖമോൾക്ക് സുഖിനോടുള്ള ഇഷ്ടം നമുക്കെല്ലാം അറിയാവുന്നതല്ലേ ചേച്ചി? അത് എനിക്കും നിനക്കും ദിവാകരനെല്ലാം അറിയാവുന്നതല്ലടി. ഒരു മൂത്ത സഹോദരൻ ഇല്ലാത്തതിൻ്റെ യാതൊരു കുറവും അറിയിക്കാതെയല്ലേ സുകുമാരൻ അവളോട് ഇടപെട്ടിട്ടുള്ളത്. അല്ലാതെ ശ്രീലേഖ നിൻ്റെ മോനെ കല്യാണം കഴിച്ചോളാം എന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടോടി? ഉണ്ടോടി? ചേച്ചി, അത് സുഖു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആരോട്? നിങ്ങളോടോ? അവൻ നിങ്ങളുടെ മകനല്ലടി. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ അവന് നിങ്ങളോട് പറയാം. ബാക്കിയുള്ളവരും അതിനൊക്കെ സമ്മതം മൂളിക്കൊള്ളണം എന്ന് പറയുന്നത് തെറ്റല്ലേ ദിവാകര? നിന്റെ മകൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പൂതിയുണ്ടെന്ന് വെച്ച് ശ്രീലേഖയ്ക്ക് അങ്ങനെ തോന്നണമെന്നില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ പെറ്റമ്മ എന്ന നിലയ്ക്ക് ഒരു തവണയെങ്കിലും അവൾ എന്നോടത് പറയുമാതിരിക്കുമോ? ചെറുക്കന് ജോലിയായ സ്ഥിതിക്ക് നിങ്ങളെ നിലക്കും വിലയ്ക്കും ഒത്ത ഏതെങ്കിലും ഒരു ബന്ധം അവന് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കി ദിവാകര. കോമളം അതിന് മറുപടി എന്തോ പറയാനായി വായ് തുറന്നതും അവരെ നോക്കി വേണ്ടെന്നർത്ഥത്തിൽ ദിവാകരൻ കണ്ണുകൾ അടച്ചു കാണിച്ചു. ഇപ്പോഴെങ്കിലും നിങ്ങൾ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ചത് നന്നായി കോമളം. അല്ലെങ്കിൽ ഇതും മനസ്സിലിട്ട് സ്വപ്നം കണ്ട് നടക്കില്ലായിരുന്നു നിങ്ങൾ, മാതാപിതാക്കളും സുകുമാരനും. ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് തന്നെ ശ്രീലേഖയ്ക്കൊരു ആലോചന വന്നതിനെക്കുറിച്ച് സംസാരിക്കാനാ. ഇവിടെ എനിക്ക് നിങ്ങളെല്ലാം ഉള്ളൂ അതൊക്കെ സംസാരിക്കാൻ. എല്ലാത്തിനും മുമ്പിൽ നിന്ന് അതങ്ങോട്ട് നടത്തിത്തരാൻ സുകുമാരൻ സഹായിക്കണമെന്ന് പറയാനാ ഞാനിങ്ങോട്ട് വന്നത്. ഇവിടെ നിന്നപ്പോൾ നിങ്ങളുടെ സംസാരം കേട്ടതോടെ ഞാൻ എൻ്റെ ആശ മടക്കി പെട്ടിയിൽ വെച്ചു. സുകുമാരൻ്റെ മനസ്സിൽ അങ്ങനൊരു ചിന്തയുണ്ടെങ്കിൽ ഇനി അവൻ അങ്ങോട്ട് വന്ന് അത് വളരാൻ ഇടയാകരുതല്ലോ. അതുകൊണ്ട് അന്യോന്യമുള്ള സഹായമൊക്കെ ഇനി നമുക്ക് കുറച്ചു മതി. കുറച്ചെന്ന് വെച്ചാൽ തീരെ വേണ്ടെന്നർത്ഥം. സരോജിനിയമ്മയുടെ മറ്റൊരു മുഖം കണ്ട് ദിവാകരൻ വാപ്പിളർന്നു നിന്നു പോയി. ഒരു കാലത്ത് റേഷൻ കടയിൽ നിന്നും ചാക്കുപിടിക്ക് അരിയും എടുത്ത് അതിനു വേണ്ടുള്ള പല വ്യഞ്ജനങ്ങളും കടയിൽ നിന്ന് കടം വാങ്ങി താൻ കൊണ്ട് ചെല്ലുമ്പോൾ സരോജിനിയമ്മ എന്ന ഈ സ്ത്രീ തനിക്ക് മുമ്പിൽ നിന്ന് ഒരു നിൽപ്പുണ്ട്. അതോർക്കെ ഇപ്പോൾ ദിവാകരന് അവരുടെ പുച്ഛം തോന്നി. ഞാൻ അങ്ങോട്ട് പൊയ്ക്കോട്ടെ ദിവാകര, പെണ്ണിൻ്റെ വിശേഷം ഒന്ന് അറിയിക്കാമെന്ന് കരുതി വന്നതാ ഞാൻ. ശ്രീലേഖ വീട്ടിലുണ്ടോ? ഞാൻ തിരിച്ചു ചെല്ലാൻ താമസിച്ചാൽ പെണ്ണ് കിടന്ന് വിളി തുടങ്ങും. ചേച്ചി ഇത്രയും നാൾ കൂടിയിരുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചില്ലല്ലോ. ഒന്ന് നിൽക്കേ, ഞാനിത്തിരി നാരങ്ങ വെള്ളം എടുത്തിട്ട് വരാം. കോമളം തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോൾ സരോജിനിയമ്മ അവരെ തടഞ്ഞു. വേണ്ട കോമളം,
ഞാനിപ്പോൾ ചോറുണ്ടിട്ട് ഇറങ്ങിയതേ ഉള്ളൂ വീട്ടിൽ നിന്നും. എന്നാലും ഇത്തിരി വെള്ളമെങ്കിലും വേണ്ടടി, അതിനൊക്കെ ഇനി ഞാൻ പിന്നെ വരാം. വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയ കോമളത്തിനെ ദിവാകരൻ വിലക്കി. നിർബന്ധിക്കേണ്ട, നിർബന്ധിച്ചിട്ടും കാര്യമില്ല. അത് തന്നെയാണ് ശരി എന്ന മട്ടിൽ സരോജിനിയമ്മ അയാളെ നോക്കി ഒന്ന് ചിരിച്ചു. പിന്നെ പുറത്തേക്കിറങ്ങി നടന്നു. ഗേറ്റിടാത്ത ചുറ്റുമതിൽ കടന്ന് സരോജിനിയമ്മ പുറത്തേക്കിറങ്ങി പോകുന്നത് നോക്കി നിന്ന കോമളം ഭർത്താവിനോട് ചോദിച്ചു, എന്താ ദിവാകരേട്ട ഇതൊക്കെ? സരോജിനി ചേച്ചിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ മാറാൻ കഴിഞ്ഞു? നമ്മുടെ മോനോട് എന്തോരം സ്നേഹമായിരുന്നു അവർക്ക്. അത് ഇപ്പോഴും അവർക്കുണ്ടല്ലോ. അവർ പറഞ്ഞത് നീയും കേട്ടതില്ലേ, ലേഖമോളുടെ മൂത്ത സഹോദരൻ്റെ സ്ഥാനമാണ് നമ്മുടെ മകനെന്ന്. ആണോ ദിവാകരേട്ട? അങ്ങനെയാണോ ഈ സ്ത്രീ മുമ്പ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഇത്ര പെട്ടെന്ന് എല്ലാം മറന്ന് എങ്ങനെ മറുകണ്ഠം ചാടാൻ കഴിയുന്നു ഇവർക്ക്? ലേഖമോളും അതിന് കൂട്ടുനിൽക്കുന്നോ ദിവാകരേട്ട? അവൾ വ്യസനത്തോടെ നെഞ്ചത്ത് കൈവച്ചു. അറിയില്ല, സരോജിനി ചേച്ചിയുടെ തീരുമാനം അവർ അറിയിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് നമ്മുടെ മക്കളുടെ തീരുമാനമാണ്. അവരെന്ത് തീരുമാനമെടുക്കുന്നോ അത് നമ്മൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചണോ, കേട്ടല്ലോ? അയാൾ പറഞ്ഞു നിർത്തിയപ്പോഴേക്കും ആലയിൽ മൂർച്ച കൂട്ടാൻ കൊടുത്തിരുന്ന പണിയായുധങ്ങളുമായി ജോസഫ് അവിടേക്ക് എത്തിച്ചേർന്നു. ഇതല്ല ശരിക്കുള്ള വെടി. കാടടച്ചു വെടി പൊട്ടിക്കേണ്ടത് സുകുമാരൻ്റെ മുമ്പിലാണ്. അതുകൊണ്ട് തന്നെയാണ് സുകുമാരൻ എവിടെയെന്ന് ഉള്ളതെന്നും സരോജിനിയമ്മ തന്ത്രത്തിൽ കോമളത്തോട് ചോദിച്ചറിഞ്ഞത്. സരോജിനിയമ്മ നേരെ അമ്പലപ്പറമ്പിലേക്ക് നടന്നു. ദൂരെ നിന്നേ അവർക്ക് കേൾക്കാമായിരുന്നു മൈതാനത്തെ പിള്ളേരുടെ ആഹ്ലാദാവരങ്ങൾ. സൗജിനിയമ്മയുടെ ഊഹം തെറ്റിയില്ല. മൈതാനത്തിൻ്റെ കിഴക്കേ കോണിലെ പടർന്ന നിഴൽ വീശിയ പേരാലിന് കീഴുള്ള കെട്ടിൽ സുകുമാരൻ ഇരിക്കുന്നത് അവർക്ക് കാണാമായിരുന്നു. സരോജിനിയമ്മ ധൃതിയൊന്നും കൂടാതെ അവൻ ഇരിക്കുന്നിടത്തേക്ക് ചെന്നു. ഒന്നോ രണ്ടോ കൂട്ടുകാർ അവനോട് ചേർന്നിരിപ്പുണ്ട്. ആർക്കാണ് ജയം, ആർക്കാണ് തോൽവി എന്നതിനെക്കുറിച്ച് വിശകലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സുകുമാരനും കൂട്ടരും. തുടരും കഥയുടെ അടുത്ത ഭാഗം.